എൻ്റെ കാൽകളെ മാൻപേയുടെ കാൽക്ക് തുല്യമാക്കി. 18-ാം സങ്കീർത്തനം 33-ാം വാക്യമാണ് നാം ചിന്തിക്കുന്നത്. സങ്കീർത്തനക്കാരൻ ദാവീദിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി. അത് ജീവിതത്തിന്റെ വേഗത കുറയ്ക്കുമെന്ന് പലരും ചിന്തിച്ചു. എന്നാൽ ജീവിതത്തിന്റെ വന്ന പ്രതിസന്ധികൾ, നിന്ദകൾ, അപമാനങ്ങൾ, രോഗങ്ങൾ എല്ലാം നിന്റെ വേഗത കുറയ്ക്കുകയല്ല ചെയ്തത്, നിന്റെ വേഗത വർദ്ധിപ്പിച്ചു. എൻ്റെ കാൽകളെ മാൻപേയുടെ കാൽക്ക് തുല്യമാക്കി. ഇന്നലകളിൽ ലഭിച്ചതിനേക്കാൾ വേഗത്തിൽ ഓടത്തക്കവണ്ണം ദൈവം നിന്റെ കാലുകൾക്ക് വേഗത വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ. അത് നിന്നെ തളർത്തുക മാത്രമല്ല, അടുത്ത വാക്ക് എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. അപ്പോൾ ദൈവം നിന്നെ മാൻപേയുടെ കാലുകൾക്ക് തുല്യമാക്കുക മാത്രമല്ല, നിന്നെ ചില മേഖലകളിൽ ഇതുവരെ ആരും ചെന്നിട്ടില്ലാത്ത, ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ചില ഉന്നത വഴികൾ, ഉന്നത പദവികൾ, ഉന്നത മാനിക്കുന്ന അനുഭവങ്ങൾ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ജീവിതത്തിൽ വേഗത കുറഞ്ഞു എന്ന്, നിന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് ചിന്തിക്കരുത്. ദൈവം നിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ഉന്നതങ്ങളിൽ ദൈവം നിർത്തുമാറാക്കുന്നു. കർത്താവേ, ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. നിന്റെ ജനത്തെ വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി നന്ദി. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലെസ് യു.